ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്ക് നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റിന് ചാൻസുള്ള ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു അനാലിസിസ് വീഡിയോ ആണെങ്കിൽ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മളൊരു 4 ഷെയർസിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഈ വീഡിയോയിൽ എൻഡിങ്ങിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ചാനലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഇത് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ഡൗട്ടോ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് ലൈൻ ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ളൊരു മൺഡേയിലെ ലോ നമ്മൾ സപ്പോർട്ട് ലൈനായിട്ട് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവസാനത്തെ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ഡൗൺ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ക്യാൻഡിലാണ് ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുമ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് ഒരു ഡൗൺ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലപ്പോൾ നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈഡ് വൈസ് ആയിരിക്കും മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് നോക്കിയിട്ട് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ പിന്നെ നമുക്ക് ഷെയർസ് ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ AU ബാങ്ക് ആണ്. ഓക്കെ, AU ബാങ്കിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം പലതവണയായിട്ട് ആ റെസിസ്റ്റൻസ് സോണിൽ മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ഇവിടെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂവ്മെന്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത് വരുന്ന ഷെയറാണ് ജൂബിലൻറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ചാർട്ട് പാറ്റേൺ കാണാൻ പറ്റും. ലൈക്ക് ഒരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ഒരു ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു സപ്പോർട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇതിന് താഴത്തേക്ക് ഈ ക്യാൻഡിൽ നല്ലൊരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യാം. ജസ്റ്റ് ചാർട്ട് പാറ്റേൺ വെച്ചിട്ട് എൻ്റെ പേഴ്സണൽ വ്യൂ മാത്രം പറയുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിങ് കാര്യങ്ങളെല്ലാം നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമത് വരുന്ന ഷെയറാണ് ഹിന്ദ് കോപ്പർ. ഹിന്ദ് കോപ്പറിൽ ഇതേപോലെ തന്നെ ഞാൻ ഒരു സപ്പോർട്ട് സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡ് എന്നുള്ള രീതിയിൽ ഒരു പാറ്റേൺ നമുക്ക് അതിൽ കാണാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷനിൽ ഇത് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് മൂവ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഒരു ഡൗൺ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ താഴത്തേക്ക് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അവസാനമായിട്ട് വരുന്നതാണ് പേജ് ഇന്ത്യ. ഓക്കെ, പേജ് ഇൻഡസ്ട്രീസ്. അതിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു റെസിസ്റ്റൻസ് സോൺ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ കുറേ തവണ അവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ അത് ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നമുക്കൊരു അപ്പ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡും കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ ഒരു 4 ഷെയർസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെന്റിന് ചാൻസ് ഉള്ള 4 ഷെയർസിനെ പറ്റി ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോറസ് ലാബ്
ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഓപ്പണിംഗ് ഈ ക്യാൻഡിലാണ്. ആ ക്യാൻഡിൽ അത് ക്ലോസ് അത് ബ്രേക്ക് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡൗൺ മൂവ്മെൻറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ തിരിച്ച് കയറി അറിയുന്നില്ല. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസോടൊന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ എൻട്രി ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ട്രെൻഡിൻ്റെ ഈ ഒരു സപ്പോർട്ട് സോൺ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. സപ്പോസ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഓൾമോസ്റ്റ് 3% മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ക്യാൻഡിൽ ക്ലോസിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ %ൻ്റെ മേലേക്ക് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഷെയറിൽ ബ്രേക്ക് ഔട്ട് വന്നു, അത് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഷെയറാണ് JSW Steel. അതിൻ്റെ സപ്പോർട്ട് സോൺ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇന്നത്തെ ദിവസം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു എൻട്രി ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഷെയറാണ് OFSS. OFSSൻ്റെ ഒരു സപ്പോർട്ട് സോൺ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴത്തേക്ക് ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് മോർണിംഗ് ഇങ്ങനെ ഫസ്റ്റ് 3 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും 1.5% ഒക്കെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡിലും OFSലും നിങ്ങൾ ട്രേഡ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഷെയർ അനാലിസിസ് ചെയ്യണം എന്നുള്ളത് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഫണ്ടമെൻ്റൽ അനാലിസിസ് റിലേറ്റഡ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അതും പറയും. ഓക്കെ, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണ് ഇത്. ലൈവ് മാർക്കറ്റ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ട്രേഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്യും.